തിരുവനന്തപുരം നഗരസഭയിലെ SC/ST ഫണ്ട് തട്ടിപ്പ് വലിയ പ്രമാദമായ കേസാണ്. നമ്മൾ അന്ന് വളരെ ചർച്ചയൊക്കെ ചെയ്തതാണ്. ഈ കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ക്രമക്കേടുകൾക്ക് ചുക്കാൻ പിടിച്ച നഗരസഭയിലെ മുൻ പട്ടികജാതി വികസന ഓഫീസർ മനോജിനെ SC/ST ഡയറക്ടറേറ്റിൽ ഉന്നത പദവിയിൽ പ്രതിഷ്ഠിച്ചു. SC/ST ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ സീനിയർ സൂപ്രണ്ടാണ് ഇയാളിപ്പോൾ. ഇതോടെ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. മനോജിനെതിരെ SC/ST ഡയറക്ടർ നൽകിയ കുറ്റാരോപണ പത്രികയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സർക്കാർ പദ്ധതികളിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ഇയാൾ നടത്തിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേസിൽ പോലീസ് അന്വേഷണവും ഇഴയുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ SC/ST ഫണ്ട് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ഈ ഉദ്യോഗസ്ഥന് ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു പദവി തന്നെ സർക്കാർ നൽകിയിരിക്കുന്നു. ഇയാൾ മുൻപും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് കാണിക്കുന്ന കുറ്റാരോപണ പത്രികയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇയാൾക്കെതിരെ പട്ടികജാതി പട്ടിക വകുപ്പ് ഡയറക്ടർ തന്നെ നൽകിയിട്ടുള്ള കുറ്റാരോപണ പത്രിക. എന്തൊക്കെ തെറ്റുകൾ, എന്തൊക്കെ പിഴവുകൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ട്, ഇയാൾക്കെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് കണ്ടെത്തിയത് എന്ന് കാണിക്കുന്ന കുറ്റാരോപണ പത്രികയാണിത്. ഈ പത്രിക നിലവിലിരിക്കെയാണ് ആരോപണ വിധേയനെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക് എന്നത് ഉണ്ടായിട്ടേയില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടയാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ തന്നെ അവിടെ, അതായത് ആരോപണ വിധേയനായ ആളെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു തസ്തികയിൽ തന്നെ നിയോഗിക്കുന്നതിലൂടെ സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതിനാണ് ഏറ്റവും വലിയ ആശങ്ക ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാം, സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കേണ്ട പൈസയാണ്, അതിനുവേണ്ടി സർക്കാർ മാറ്റിവെച്ച തുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. അതിൽ രാഷ്ട്രീയ രംഗത്തെ ചില പ്രധാനികളുണ്ട്, അതുപോലെ ഉദ്യോഗസ്ഥരുമുണ്ട്. അതിൽ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രതികൾ പലരും ഇപ്പോഴും പുറത്താണ്, അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന വിമർശനമുണ്ട്. അതിനിടയിലാണ് ഈ വകുപ്പിൽ ഒത്താശ ചെയ്തു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥരെ ഈ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട തസ്തിക, ഏതാനും മാസങ്ങൾ അദ്ദേഹം ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലുണ്ട്. അദ്ദേഹത്തിന് സസ്പെൻഷൻ നടപടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സ്ഥലം മാറ്റി വീണ്ടും ഈ SC/ST ഡയറക്ടറിലേക്ക്, അതായത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ അയാൾക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലത്ത് തന്നെ മാസങ്ങളായി എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം, അല്ലെങ്കിൽ ന്യൂസിൽ പുറത്തുവിടുന്ന വിവരം. ഈ കുറ്റാരോപണ പത്രികയിൽ മനോജ് SR എന്ന തിരുവനന്തപുരം നഗരസഭയിലെ മുൻ ഉദ്യോഗസ്ഥരെ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ പട്ടികജാതി പട്ടിക വികസന ഓഫീസറുടെ SC/ST ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള കുറ്റാരോപണ പത്രികയിൽ 38 കുറ്റങ്ങളാണ് ഇദ്ദേഹം ചെയ്തതായി, 35 കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തതായി ആരോപിക്കുന്ന. ഓരോ കാര്യവും അക്കമിട്ട് നിരത്തിയാണ് ഈ കുറ്റാരോപിത പത്രികയുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത്, ചട്ടങ്ങൾ പാലിക്കാതെ വികസന ക്യാഷ് ബുക്ക് ക്രമവിരുദ്ധമായി കൈകാര്യം ചെയ്തു, ചികിത്സാ ധനസഹായ പരാതിയിൽ ഗുണഭോക്താക്കൾ അപേക്ഷയോടൊപ്പം സമർപ്പിച്ച ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൽ അക്കൗണ്ട് നമ്പറിന് പകരം മറ്റ് അക്കൗണ്ട്, യഥാർത്ഥ ഗുണഭോക്താക്കൾക്കല്ല ഒരു ബന്ധവുമില്ലാത്ത മറ്റ് അക്കൗണ്ടുകളിലേക്ക് പൈസ മാറ്റി നൽകി. ചികിത്സാ ധനസഹായ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച ആനുകൂല്യത്തിൽ ക്രമക്കേട് നടത്തി സർക്കാർ പണം ദുരുപയോഗം ചെയ്തു. ചികിത്സാ സഹായം മാത്രമല്ല, മറ്റു സർക്കാരിന്റെ പദ്ധതികളിലും വലിയ ക്രമക്കേട്. ഭൂരഹിത പുനരധിവാസ പദ്ധതിയുടെ ഗുണഭോക്തൃ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ വീഴ്ച വന്നു. വകുപ്പിന്റെ ഈ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. ഭൂമി വാങ്ങൽ ധനസഹായ പദ്ധതിയിൽ ക്രമക്കേടുണ്ടായി. വകുപ്പിന്റെ അതുപോലെ തന്നെയാണ് വകുപ്പ് നടപ്പാക്കുന്ന ഭൂരഹിത വിവാഹ ധനസഹായത്തിനുള്ള 2018-10 വർഷ വിവാഹ ധനസഹായ പദ്ധതിയിൽ പെട്ട ഗുണഭോക്താക്കൾക്ക് അപേക്ഷയോടെ സമർപ്പിച്ചിരുന്ന ബാങ്ക് പാസ്ബുക്കുകളുടെ അക്കൗണ്ട് നമ്പർ, അതായത് ഒരു ഗുണഭോക്താവ് ഒരു പാസ്ബുക്ക് അക്കൗണ്ട് വിവരം നൽകും, പക്ഷെ അതിലേക്കല്ല നഗരസഭയിൽ നിന്ന് പണം പോയത്. കോടിക്കണക്കിന് രൂപത്തിൽ വകമാറ്റപ്പെട്ടു. പഠനമുറി ധനസഹായ പദ്ധതി, സാധാരണക്കാർ SC/ST കുട്ടികൾക്ക് അനുവദിക്കുന്ന പഠനമുറി ധനസഹായ പദ്ധതി, അതിലും ഇത്തരത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി. പഠനമുറി ധനസഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകൾ നടന്നു. പ്രളയ ദുരിതാശ്വാസ ധനസഹായം SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ധനസഹായം, അത് വ്യാജ അക്കൗണ്ടുകളിലേക്ക് മാറ്റി.
ഈ മിശ്രവിവാഹ ധനസഹായ പദ്ധതി, അതിൽ അതായത് പട്ടികജാതി സമൂഹത്തിൽ താഴെ ജീവിക്കുന്ന പട്ടികജാതിക്കാർക്ക് വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന വിവിധ ധനസഹായ പദ്ധതികൾ അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് നൽകാതെ വ്യാജ അക്കൗണ്ടുകളിലേക്ക്, വ്യാജ ആളുകളിലേക്ക് ഈ പണം എത്തിയെന്നാണ് തിരുവനന്തപുരം നഗരസഭയിലെ SC/ST ഫണ്ട് തട്ടിപ്പിലെ പ്രധാനപ്പെട്ട കാര്യം. സാധാരണക്കാരെ അങ്ങനെ ഇരുട്ടി നിർത്തിക്കൊണ്ട് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ രംഗത്തെ ആളുകളും ചേർന്ന് തട്ടിയെടുത്തു എന്നതാണ് ആരോപണം. അത്തരമൊരു കേസിലാണ് ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും ഈ കേസ് അട്ടിമറിക്കാൻ തക്ക സ്വാധീനമുള്ള ഒരു പദവിയിലേക്ക്, അതും SC/ST ഡയറക്ടറിൽ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ സൂപ്രണ്ടായി നിയമിച്ചിരിക്കുന്നത്. ഇത് ഈ അന്വേഷണം പൂർണ്ണമായും പോലീസ് അന്വേഷണം തന്നെ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട അവസ്ഥയാണ്. നമുക്കറിയാം CPM തിരുവനന്തപുരം ജില്ലയിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇതിനു മുമ്പത്തെ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ് ഈ SC/ST ഫണ്ട് തട്ടിപ്പ് തീർത്തും തെറ്റായ ഒന്നാണ്. സാധാരണക്കാരെ, പാവങ്ങളെ സഹായിക്കാൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി അട്ടിമറിച്ചത്, അതിന് തട്ടിപ്പ് നടത്തിയ ആരായാലും അവർക്ക് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അന്ന് മുഖ്യമന്ത്രി ആ സമ്മേളനത്തിൽ ഉറപ്പ് നൽകിയതാണ്. CPM-ന്റെ തെറ്റിദ്ധ രേഖയുടെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വലിയ വിമർശനമുണ്ടായ വിഷയമാണ്. അത്തരമൊരു വിഷയത്തിൽ പോലീസ് അന്വേഷണം ഒരിടത്തും എത്തുന്നില്ല, യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന വസ്തുത ഇരിക്കുകയാണ്. SC/ST വകുപ്പ് കൂടി ഇത്തരമൊരു ക്രമക്കേടിനെ കൂട്ടുനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയ തെറ്റ് ചെയ്തുവെന്ന് SC/ST ഡയറക്ടറിനെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ മർമ്മപ്രധാനമായ തസ്തികയിൽ ഇരുത്തിക്കൊണ്ട് അവിടെ ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നത് തീർത്തും വലിയ ദുരൂഹത ഇതിലുണ്ട്. അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നതിന് തെളിവായി കൂടി നമുക്ക് ഈ നടപടിയെ കാണേണ്ടതുണ്ട്. ശ്രീജ, ശരി, എന്തായാലും മറുപടി പറയേണ്ടവർ എവിടെ എന്ന് ഈ സ്ക്രീനിൽ എഴുതുന്നത് വെറുതെയല്ല. ഈ SC/ST ഫണ്ട് തട്ടിപ്പ് ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഫണ്ട് അവരുടെ കഞ്ഞിയിൽ കൈയിട്ട് വാരിയ ആളുകൾ ആരെന്ന് കണ്ടുപിടിക്കേണ്ടതിന് പകരം അതിന് കുറ്റാരോപിതനായ മനുഷ്യനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിയോഗിച്ചുകൊണ്ട് സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നതിന് ഉത്തരം സർക്കാർ തന്നെ, ഈ വകുപ്പുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയേണ്ടി വരും. ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഡയറക്ടറേറ്റിൽ ഒരു ഉന്നത പദവിയിലാണ് ഇരിക്കുന്നത്. തൽക്കാലം ഒരു കണ്ണിൽ പൊടിയിടാൻ ഒരു നടപടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വളരെ പ്രധാനിയായി ഈ ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അതെങ്ങനെ ഉണ്ടായി എന്നതിന് തീർച്ചയായും അധികൃതർ ഉത്തരം പറയേണ്ടി വരും. ഈ വാർത്ത